പനീർ ബട്ടർ മസാല. ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അല്പം ബട്ടർ ഇട്ട് ചൂടാക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന പനീർ ഇതിലേക്കിട്ട് ചെറുതായി മൂപ്പിച്ചെടുക്കണം. കളർ മാറി വരുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ ബട്ടറിട്ട് സവാള, മുളക് എന്നിവ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇവ മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റിയെടുക്കണം. എന്നിട്ട് 3 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഇളക്കണം. എന്നിട്ട് വരണ്ട് വരുമ്പോൾ 10 അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കണം. ചൂടാറി വരുമ്പോൾ ഇവയെല്ലാം കൂടി നന്നായി അരച്ചെടുക്കണം. വീണ്ടും പാൻ ചൂടാക്കി 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് ചൂടാക്കുക. ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള കൂടിയിട്ട് വഴറ്റിയെടുക്കണം. അരച്ചു വച്ചിരിക്കുന്ന പേസ്റ്റിൻ്റെ കൂടെ ചേർത്ത് ഇവ ഇളക്കിയെടുക്കണം. ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കണം. മേത്തിയിലയും മിൽക്ക് ക്രീമും കൂടി ചേർത്ത് വെച്ചാൽ സ്വാദിഷ്ടമായ ബട്ടർ പനീർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.